ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. നമ്മുടെ കേസ് കാർഡ് ബാങ്ക് ഖാദി ബോർഡ് JCI പരീക്ഷകൾ അടുത്തിരിക്കുകയാണ് അല്ലേ. ഫെബ്രുവരി 28 നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മികച്ച രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ആ മാതൃകയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മുടെ സിലബസിനകത്ത് ബേസിക്സ് പഠിക്കാനുണ്ടല്ലേ, കമ്പ്യൂട്ടർ ബേസിക്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ CPU, മൗസ്, കീബോർഡ്. ഓപ്ഷൻ ബി ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU, മെമ്മറി. ഓപ്ഷൻ സി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി ALU ആൻഡ് CU ഓൺലി. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന സ്ട്രക്ചറിനകത്ത് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരുന്നത്? ആ ആൻസർ പറയൂ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവും, CPU ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും. ഇത്രയും ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് ഇൻപുട്ട് യൂണിറ്റ് വേണം, ഔട്ട്പുട്ട് റിസൾട്ടുകൾ കാണുവാനായിട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് വേണം, ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാനായിട്ട് CPU വേണം അല്ലേ, CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേണം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് ആര് വേണം? മെമ്മറി വേണം. ഇത്രയും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് എന്താണെന്ന് ചോദിച്ചാൽ പറയുക ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU, മെമ്മറി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എല്ലാവരും എഴുതും എന്നെനിക്കറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ പഠിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലേറ്റസ്റ്റ് പെരിഫറൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇതിൽ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ പ്രിൻ്റർ, ഓപ്ഷൻ ബി മോണിറ്റർ, ഓപ്ഷൻ സി സ്കാനർ, ഓപ്ഷൻ ഡി പ്ലോട്ടർ. അപ്പോൾ പ്രിൻ്റർ എന്തായാലും ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ല, അയാൾ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് നമുക്കറിയാം. മോണിറ്ററും എല്ലാവർക്കും അറിയാം ഔട്ട്പുട്ട് ഡിവൈസ്. പ്ലോട്ടർ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. പ്ലോട്ടർ എന്ന് പറയുന്നതും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്കാനറാണ്. സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ഹാർഡ് കോപ്പി ഓഫ് എ ഡോക്യുമെൻറ്റിനെ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റിയതിന് ശേഷം കമ്പ്യൂട്ടറിലേക്ക് മെമ്മറിയിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറയുന്നത് സ്കാനർ എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആക്കി മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്, ഇൻപുട്ട് ഡിവൈസാണ് സ്കാനർ എന്ന് പറയുന്നത് കേട്ടോ. ഹാർഡ് കോപ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറുകൾ, നമ്മൾ എഴുതി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ മറ്റ് പ്രിൻ്റബിൾ ആയിട്ടുള്ള പേപ്പർ, അതിനെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിക്കകത്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റ് ആക്കി PDF-ലോ JPG-ലോ ഒക്കെ ആക്കി മാറ്റി കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്കാനർ. പ്രിൻ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോണിറ്ററും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്ലോട്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ഹെവി ഡ്രോയിങ്സ്, വലിയ വലിയ മെഷീനറീസിൻ്റെ ഡ്രോയിങ്സ്, വലിയ എന്താ പറയുന്നത് ബിൽഡിങ്സിൻ്റെയൊക്കെ ഡ്രോയിങ്സ്, ഫ്ലെക്സുകൾ പ്രിൻ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഫ്ലെക്സൊക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഫ്ലെക്സുകൾ, കട്ടൗട്ടുകൾ, ഇതെല്ലാം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹെവി ഡ്യൂട്ടി ഡിവൈസ് ആണെന്ന് പറയുന്നത് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഫ്ലെക്സൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഡിജിറ്റൽ പ്രസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലോട്ടേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെയാണ് പ്ലോട്ടറിൻ്റെ വില എന്ന് പറയുന്നത്. പ്ലോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ ബ്രെയിലി ഡിസ്പ്ലേയും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കുക. ബ്രെയിലി ഡിസ്പ്ലേ കേട്ടോ. ബ്രെയിലി ഡിസ്പ്ലേ എന്താണെന്ന് ചോദിച്ചാൽ അതും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ബ്രെയിലി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഞാനിത് എക്സ്ട്രാ ഫാക്റ്റായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്ത് ഡിവൈസ് ആണ് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഓർത്തത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെമ്മറി ഈസ് വോളറ്റൈൽ ഇൻ നാച്ചർ. ഏത് മെമ്മറിയാണ് വോളറ്റൈൽ ഇൻ നാച്ചർ എന്ന് പറയുന്നത്?
ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ സി റാം, ഓപ്ഷൻ ഡി DVD. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? വോളറ്റൈൽ ഇൻ നാച്ചർ. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എപ്പോൾ വരെ ഉണ്ടോ, അല്ലെങ്കിൽ കറണ്ട് എപ്പോൾ പോകുന്നോ, പവർ എപ്പോൾ പോകുന്നോ അതിനകത്തുള്ള ഡാറ്റയും എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ലോസ് ആയി പോകും. അതിനെയാണ് വോളറ്റൈൽ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. പവർ പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റയും എന്ത് ചെയ്യും, ലോസ് ആയി പോകും. എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. ആസ് ലോങ് ആസ് പവർ ഈസ് അവൈലബിൾ, ഡാറ്റ അതിനകത്ത് തന്നെ എന്ത് ചെയ്യും, കാണും. ആ ഒരു നാച്ചുറലുള്ള ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മെമ്മറി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. നേരത്തെ അറിയാവുന്നവർക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇതുവരെ ഇത് അറിയാൻ പാടില്ലാത്തവർ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി റാം. റാമിൻ്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോളറ്റൈൽ മെമ്മറി ഡിവൈസ് ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? പവർ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ഡാറ്റ മുഴുവനും ലോസായി പോവും. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കറൻ്റ്ലി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിനെ എല്ലാം ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. അതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. കാരണം എന്താണ്? പവർ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ഡാറ്റ മുഴുവനും എന്ത് ചെയ്യും, ലോസായി പോകും കേട്ടോ. ദെൻ ഇവിടെ കാണുന്ന റോം എന്നൊക്കെ പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈലാണ്. റോം നോൺ വോളറ്റൈലാണ്. ഹാർഡ് ഡിസ്ക് നോൺ വോളറ്റൈലാണ്. DVD ഒക്കെ നോൺ വോളറ്റൈലാണ്. കാരണം പവർ പോയി കഴിഞ്ഞാലും അതിനകത്ത് കിടക്കുന്ന ഡാറ്റ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ലോസ് ആയി പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റോം എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ് കേട്ടോ. അതിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ അവിടെയുള്ള എഞ്ചിനീയേഴ്സ് കുറച്ച് പ്രോഗ്രാം എഴുതി വെക്കും. അത് ആ കമ്പ്യൂട്ടർ നശിച്ച് അതിനെ സ്ക്രാപ്പ് ചെയ്യുന്നത് വരെയും ആ ഡാറ്റ അതിനകത്ത് തന്നെ കാണും കേട്ടോ. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ആകുന്ന സമയത്ത് ബൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെമ്മറിയാണ് റോം, അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബയോസ് പ്രോഗ്രാം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെമ്മറിയാണ് റോം എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ലോങ് പീരീഡ് ഓഫ് ടൈം സ്റ്റോർ ചെയ്ത് വെക്കുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ദെൻ DVD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് കേട്ടോ. ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്നാണ് DVDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. അതും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഹാർഡ്വെയർ കമ്പോണൻറ്റ് സ്റ്റോർസ് ഡാറ്റ പെർമനൻ്റ്ലി? ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ ഡാറ്റയെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹാർഡ്വെയർ കമ്പോണൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി ക്യാഷ്, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി രജിസ്റ്റർ. അപ്പോൾ ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ ഡാറ്റയെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹാർഡ്വെയർ കമ്പോണൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഡിവൈസാണ് ഡാറ്റയെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ വന്നിട്ട് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡറി മെമ്മറിയാണ്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ പെർമനൻ്റ്ലി ലോങ് പീരീഡ് ഓഫ് ടൈം സ്റ്റോർ ചെയ്ത് വെക്കുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി ഡിവൈസാണ് ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ നമ്മൾ HDD എന്ന് പറയും. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയും കേട്ടോ. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയും. ഇതൊരു മാഗ്നറ്റിക്കൽ സ്റ്റോറേജ് മെമ്മറി കൂടിയാണ് കേട്ടോ. ഡാറ്റയെ ഒരു മാഗ്നറ്റിക് ഡിസ്കിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി, രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താണ്? പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. അവരെല്ലാം എന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ്. പവർ പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യും, ലോസ് ആയി പോകും. ഡാറ്റയെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ് റാം, ക്യാഷ്, രജിസ്റ്റർ എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. റാം എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇനി ക്യാഷും രജിസ്റ്ററും എന്താണെന്ന് നമുക്ക് നോക്കണം. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള ഡാറ്റകളെ, അടുത്തിടെ ഉപയോഗിച്ച ഡാറ്റകളെ വീണ്ടും CPU-ന് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കുക. ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് മെമ്മറി എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനുള്ളിലെ ഏറ്റവും ചെറിയ മെമ്മറിയാണ്, ഏറ്റവും വേഗതയേറിയ മെമ്മറിയുമാണ്, ഏറ്റവും സ്മോളസ്റ്റ് മെമ്മറിയുമാണ്, ഫാസ്റ്റസ്റ്റ് മെമ്മറിയുമാണ്. ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസിനെയും ഇൻസ്ട്രക്ഷൻസിനെയും ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്.
എല്ലായ്പ്പോഴും സി പി യുവിന് ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെയിൻ മെമ്മറിയെ റെഫർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്രോസസ്സിന് ഡാറ്റയെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റാസിനെയൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കുഞ്ഞു മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, കമ്പ്യൂട്ടറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ പറയുക രജിസ്റ്റർ. ഏറ്റവും ചെറിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാലും പറയുക രജിസ്റ്റർ കേട്ടോ. ഈ രജിസ്റ്റർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയുക പ്രോസസ്സർ അല്ലെങ്കിൽ സി പി യു. പ്രോസസ്സറിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സി പി യു കേട്ടോ. പ്രോസസ്സർ അല്ലെങ്കിൽ സി പി യുവിനുള്ളിൽ കാണുന്ന ഒരു മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ ക്യാഷ് മെമ്മറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയുക നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറിക്കും പ്രോസസ്സറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. വിച്ച് ഹാർഡ്വെയർ കമ്പോണന്റ് സ്റ്റോർസ് ഡാറ്റ പെർമനൻ്റ്ലി? അത് ഹാർഡ് ഡിസ്ക് ആണ്. ബാക്കി പറയുന്ന റാം, ക്യാഷ്, രജിസ്റ്റർ ഒക്കെ താൽക്കാലികമായിട്ട് ഡാറ്റ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സോഫ്റ്റ്വെയർ ആക്ട്സ് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ? ഒരു യൂസറിനും ഹാർഡ്വെയറിനും ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഫേംവെയർ. അപ്പോൾ ഒരു യൂസറിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് ഒരു യൂസറിനെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം എഴുതും? യെസ്, ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ മാത്രമേ, ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ മാത്രമേ മെഷീനായിട്ടുള്ള കമ്പ്യൂട്ടറിനും ഒരു യൂസറിനും തമ്മിൽ ആശയവിനിമയം നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, യൂസറിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്തെന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട്, ഉയർത്തുവാനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ആൻറ്റി വൈറസ് എന്ന് പറയുന്നത് എന്താണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ആൻറ്റി വൈറസ്, അതുപോലെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഴ്സ്, ഫയൽ കംപ്രഷൻ സോഫ്റ്റ്വെയറുകൾ, ഇതെല്ലാം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. പിന്നെ ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയർ ഡിവൈസിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുഞ്ഞ് പ്രോഗ്രാമുകളെയാണ് നമ്മൾ ഫേംവെയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ റീഡ് ഓൺലി മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ബയോസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഫേംവെയർ ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, വിച്ച് സോഫ്റ്റ്വെയർ ആക്ട്സ് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ എന്ന് ചോദിച്ചാൽ പറയുക എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ? ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കണം. ഓപ്ഷൻ എ എക്സൽ, ഓപ്ഷൻ ബി ഫോട്ടോഷോപ്പ്, ഓപ്ഷൻ സി വിൻഡോസ്, ഓപ്ഷൻ ഡി ക്രോം. അപ്പോൾ ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഉദാഹരണം ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്ന് പറയുന്നത്. ഇവിടെ OS ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, ഓപ്ഷൻ സി ആണ്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ ഇവിടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്, വിൻഡോസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. വിൻഡോസ്, അതുപോലെ തന്നെ ലിനക്സ്, മാക്ക് ഇൻടോഷ് ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് എന്നുള്ള കാര്യം അറിയുക. ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഇൻ്റർനെറ്റിൽ നിന്ന് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് വേണ്ടി വന്നാൽ അതിൻ്റെ സോഴ്സ് കോഡ് എടുത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. ദെൻ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി സോഫ്റ്റ്വെയറുകളെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. ഇത് നല്ലൊരു ചോദ്യമാണ്, വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ് ടു സെൻഡ് ഇമെയിൽസ്? ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്താണ്?
ഓപ്ഷൻ ബി ആണ്, അതായത് SMTP ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് SMTP എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇമെയിൽ മെസ്സേജസ് അയക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് SMTP എന്ന് പറയുന്നത്. പ്രോട്ടോകോളാണ് SMTP എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്, ഒരു കൂട്ടം നിയമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കേട്ടോ. സെറ്റ് ഓഫ് റൂൾസ്. ഈ ഓപ്ഷനിൽ FTP എന്താണെന്ന് നോക്കാം. FTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ കേട്ടോ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഒരു ഫയലിനെ അല്ലെങ്കിൽ ഡാറ്റയെ ഒരു നെറ്റ്വർക്കിനകത്ത് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, LAN എന്നൊക്കെ പഠിക്കാനുണ്ട്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ എന്താണ്? FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് കേട്ടോ. ദെൻ താഴെ 2 പ്രോട്ടോകോൾ പറയുന്നുണ്ട്. POP3 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വെർഷൻ 3 എന്നാണ് POP3യുടെ അർത്ഥം എന്ന് പറയുന്നത്. IMAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. ഇതാണ് IMAP എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇപ്പോൾ വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു സെൻഡ് ഇമെയിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ കേട്ടോ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്നുള്ള കാര്യവും അറിയുക. then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ നെറ്റ്വർക്ക് ലിമിറ്റഡ് ടു എ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയ ഇസ് കാൾഡ്. ഒരു ചെറിയ ഭൂപ്രദേശത്ത് മാത്രം നമുക്ക് ലഭ്യമാകുന്ന നെറ്റ്വർക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വാൻ, ഓപ്ഷൻ ബി മാൻ, ഓപ്ഷൻ സി ലാൻ, ഓപ്ഷൻ ഡി പാൻ. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾക്ക് മിക്കവാറും അറിയാമായിരിക്കും. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ചെറിയ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ലഭിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാക്സിമം 1 കിലോമീറ്റർ ചുറ്റളവിൽ വരെ മാത്രം, അല്ലെങ്കിൽ 100 മീറ്റർ വരെ മാത്രം ലഭിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ്ങിനുള്ളിലോ ഒരു ക്യാമ്പസിനുള്ളിലോ ഒരു മുറിക്കുള്ളിലോ മാത്രമുള്ള കമ്പ്യൂട്ടറുകളെയും ഡിവൈസിനെയും പരസ്പരം ബന്ധിപ്പിച്ച് ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് എന്ത് ചെയ്യാം പറയാം കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഇവിടെ മാൻ ഉണ്ട്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു നഗരപരിധിക്കുള്ളിൽ മാത്രം ലഭിക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 50 കിലോമീറ്ററാണ്. 50 കിലോമീറ്റർ ദൂരം വരെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ത് ചെയ്യും നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുവാനും സാധിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ ദൂരപരിധിയിൽ നമുക്ക് ലഭിക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ പാൻ എന്താണെന്ന് ചോദിച്ചാൽ പറയുക പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെറ്റ്വർക്ക്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യും, എൻ്റെ മൊബൈൽ ഞാൻ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കുറച്ച് ഡിവൈസസ് മാത്രം എൻ്റെ ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ വീടിനകത്ത് ഞാൻ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. മാക്സിമം എന്താണ് ഒരു വീടിനകത്ത് ഒരു 10 മീറ്റർ ദൂരപരിധി വരെ മാത്രം എനിക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എൻ്റെ ആ ഒരു വീടിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി ഡിവൈസസിനെയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. നിങ്ങളിപ്പോൾ ഇയർ ഡോപ്സ് ഒക്കെ ബ്ലൂടൂത്ത് വഴി നിങ്ങൾ കണക്ട് ചെയ്യാറില്ലേ? നിങ്ങളുടെ ഫോണിലൊക്കെ കണക്ട് ചെയ്യാറില്ലേ? അപ്പോൾ അതെല്ലാം ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് പഠിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് അല്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ IT ഈ ഒരു ടോപ്പിക്ക് മിക്കവാറും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സോഫ്റ്റ്വെയർ ഈസ് യൂസ് ടു ആക്സസ് വെബ്സൈറ്റുകളെ ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ എ സെർച്ച് എഞ്ചിൻ, ഓപ്ഷൻ ബി വെബ് ബ്രൗസർ, ഓപ്ഷൻ സി വെബ് സെർവർ, ഓപ്ഷൻ ഡി ഫയർവാൾ.
ഒരു വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോഴും സംശയമാണ്, എത്ര പഠിച്ചാലും അവർക്കത് കൺഫ്യൂഷൻ വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? വെബ് ബ്രൗസറാണ് കേട്ടോ. വെബ് ബ്രൗസറാണ് കറക്റ്റ് ആൻസർ. ഒരു വെബ് പേജിനെ കാണുവാൻ വേണ്ടി, ഒരു വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ പറയുക. ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, ഓപ്പറ, ഇതെല്ലാം പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് കേട്ടോ. ഗൂഗിൾ ക്രോമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് വെർഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. സഫാരി എന്ന് പറയുന്നത് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു വെബ് ബ്രൗസറാണ്. പിന്നെ ഓപ്പറ, മോസില്ല, ഫയർഫോക്സ്, ഇങ്ങനെ ഒരുപാട് വെബ് ബ്രൗസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടെ KS കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ് ഖാദി ബോർഡ് JCI പരീക്ഷ ഫെബ്രുവരി 28 നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് CCയിൽ പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CCയോടൊപ്പം സർക്കാർ ജോലി ഉറപ്പിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുത്തുക. എങ്ങനെ പോയാലും നമുക്ക് ഏകദേശം ഒരു 1-1.5 മാസം പഠിക്കാനായിട്ടുണ്ട്. അത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായിട്ട് വിളിക്കുക 8921440580. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെർച്ച് എഞ്ചിൻ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ക്രോം, ഓപ്ഷൻ ബി ഫയർഫോക്സ്, ഓപ്ഷൻ സി ഗൂഗിൾ, ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഏതായിരിക്കും സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്? സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിനകത്ത് കിടക്കുന്ന ഡാറ്റാസിനെയും ഇൻഫർമേഷനെയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ മനസ്സിൽ അടിച്ചുറപ്പിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷനിൽ നോക്കിയാൽ ഗൂഗിളാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. ബാക്കി ക്രോമും ഫയർഫോക്സും ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും ഒക്കെ എന്താണ്? വെബ് ബ്രൗസർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻ ഏതൊക്കെയാണ്? ഗൂഗിള്, യാഹു, ആസ്ക്, ബിങ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിൻ ആണെന്ന് മനസ്സിലാക്കുക. ബിങ്, അതേപോലെ തന്നെ എക്കോസിയ, യാൻടെക്സ്, ഇതൊക്കെ PSCയുടെ ഇഷ്ട ചോദ്യമാണ്. ബൈദു, ഇതെല്ലാം പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളാണ്. അതിൽ യാൻടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലെ സെർച്ച് എഞ്ചിനാണ്. ബൈദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ സെർച്ച് എഞ്ചിനാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ എക്കോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെർച്ച് എഞ്ചിൻ കമ്പനിക്കാർക്ക് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുകയാണ്? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ കമ്പനിയാണ് എക്കോസിയ എന്ന് പറയുന്നത് കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രജിസ്റ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻസൈഡ് രജിസ്റ്റേഴ്സ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മൾ പഠിച്ചു, കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയുമാണ്. ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ സി CPU, ഓപ്ഷൻ ഡി മദർ ബോർഡ്. എവിടെയാണ് രജിസ്റ്റേഴ്സ് കാണാൻ സാധിക്കുക? യെസ്, CPU അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിനകത്താണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കുഞ്ഞു മെമ്മറി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിച്ചുറപ്പിച്ച് തന്നെ പഠിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് സ്റ്റോറേജ് ഡിവൈസ് യൂസ് മാഗ്നറ്റിക് ഡിസ്ക്? കാന്തത്തിന്റെ അംശമുള്ള ഡിസ്ക് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ എ SSD, ഓപ്ഷൻ ബി CD-ROM, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി പെൻഡ്രൈവ്. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കാര്യം പറഞ്ഞിരുന്നു, അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കറക്റ്റ് ആൻസർ എന്താണ്? ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്കിനകത്ത് മാഗ്നറ്റിക് കോട്ടിംഗ് ഉള്ള സർക്കുലർ ഡിസ്കുകൾ കാണാൻ പറ്റും. സർക്കുലർ ഡിസ്ക്, ആ ഡിസ്കിനകത്താണ് ഡാറ്റ സ്റ്റോറേജും ഡാറ്റ റീഡിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാഗ്നറ്റിക് ഡിസ്കുകൾ കാണാൻ സാധിക്കുന്ന സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണോ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ? അതോ ഫേംവെയർ ആണോ? എന്താണ് കറക്റ്റ് ആൻസർ?
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും, അതിൽ യാതൊരു മാറ്റവുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. സോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി, ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.